പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ട്യൂട്ട് ബോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള ട്രീ ട്രാവേഴ്സൽ എന്ന് പറയുന്ന ടോപ്പിക്കിലെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ മെക്കാനിസത്തെ കുറിച്ചാണ്. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ പോയ ലെക്ചേഴ്സിൽ എന്താണ് ബൈനറി ട്രീ എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇൻഫർമേഷൻ ബട്ടണിൽ എന്താണ് ബൈനറി ട്രീ എന്ന ലെക്ചറിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ബൈനറി ട്രീ എന്നത് ഒരു ട്രീ തന്നെയാണ്. നോൺ ലീനിയർ ആയിട്ടുള്ള ട്രീ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഏതൊരു നോഡിനെ എടുത്തു കഴിഞ്ഞാലും പരമാവധി 2 ചിൽഡ്രൻ മാത്രമേ ആ നോഡിന് വരാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ട്രീയാണ് ബൈനറി ട്രീ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് കഴിയുക. സോ ബൈനറി ട്രീയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ട്രീയുടെ ഒരു നോഡിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ നോഡിന് മാക്സിമം 2 ചിൽഡ്രൻ വരാം. അതായത് ഒന്നുകിൽ 0 ചൈൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ 1 ചൈൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം 2 ചിൽഡ്രൻ വരെ വരാനുള്ള പോസിബിലിറ്റിയാണ് ബൈനറി ട്രീയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. ഈ ബൈനറി ട്രീയുടെ 3 ട്രാവേഴ്സൽ മെക്കാനിസംസ് ആണ് വളരെ പ്രാധാന്യമായിട്ടുള്ളത്. ട്രീ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ബൈനറി ട്രീയുടെ ഓരോ നോഡിനെ നമ്മൾ വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുക. either visiting or displaying function is known as a traversal mechanism. ഈ ട്രാവേഴ്സൽസ് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: ഇൻഓർഡർ ട്രാവേഴ്സൽ, പ്രീ ഓർഡർ ട്രാവേഴ്സൽ ആൻഡ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. ഇൻഓർഡർ ട്രാവേഴ്സലും പ്രീ ഓർഡർ ട്രാവേഴ്സലും ലെക്ചർ 22ഉം 23ഉമായി നമ്മൾ ചർച്ച ചെയ്തു. ആ 2 ലെക്ചേഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഇൻഫർമേഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലാണ്. പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിനകത്ത് ഫോളോ ചെയ്യുന്ന പാറ്റേൺ ഇതാണ്. ആദ്യം നമ്മൾ ഒരു ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീസ് എല്ലാം തന്നെയും ട്രാവൽ ചെയ്യും. അതിനുശേഷം ആ ട്രീയുടെ റൈറ്റ് സബ് ട്രീ എല്ലാം ട്രാവൽ ചെയ്യും. പിന്നീട് നമ്മൾ ആ നോഡിനെ ഡിസ്പ്ലേ ചെയ്യും. പ്രിയ വിദ്യാർത്ഥികളെ, നമുക്കൊരു ഉദാഹരണത്തിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് അൽഗോരിതത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്ന ഇതാണ്: റിക്കർസീവ്ലി ട്രാവേഴ്സ് ദ ലെഫ്റ്റ് സബ് ട്രീ. രണ്ടാമത് പറയുന്നത് റിക്കർസീവ്ലി ട്രാവേഴ്സ് ദ റൈറ്റ് സബ് ട്രീ. ആൻഡ് ഫൈനലി നമ്മൾ വിസിറ്റ് ചെയ്യുന്ന നോഡിനെ ഡിസ്പ്ലേ ചെയ്യുക. സോ ഇവിടെ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ഇതാണ്: ട്രാവേഴ്സ് ലെഫ്റ്റ്, ട്രാവേഴ്സ് റൈറ്റ്, ഡിസ്പ്ലേ ദ നോഡ്. ട്രാവേഴ്സ് ലെഫ്റ്റ്, ട്രാവേഴ്സ് റൈറ്റ്, ഡിസ്പ്ലേ ദ നോഡ്. സോ നമ്മുടെ ഉദാഹരണത്തിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ബൈനറി ട്രീയെ കൺസിഡർ ചെയ്യുന്നു. സോ ഈ ബൈനറി ട്രീയിൽ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ റൂട്ട് നോഡിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നു. റൂട്ട് നോഡിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ആദ്യം നമ്മൾ പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻ ഇതാണ്: ട്രാവേഴ്സ് ലെഫ്റ്റ്. ട്രാവേഴ്സ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എയുടെ ലെഫ്റ്റ് ആയിട്ടുള്ള ബി നോഡിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നു. ബിയിലെത്തുമ്പോഴും ബിക്ക് ലെഫ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടേക്ക് പോവുക? ബിയുടെ ലെഫ്റ്റിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുക. ബിയുടെ ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഇ എന്ന് പറയുന്ന നോഡിനെ കാണുന്നു. സോ ഇ എന്ന് പറയുന്ന നോഡിലേക്ക് നമ്മൾ എത്തുന്നു. ഈ നോഡിൻ്റെ ലെഫ്റ്റിലേക്കും ട്രാവൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, അതുകൊണ്ട് ഈ നോഡിൻ്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ എത്തുമ്പോൾ ഐ എന്ന് പറയുന്ന നോഡിലേക്ക് നമ്മൾ എത്തി. ഐ നോഡിലേക്ക് നോക്കുമ്പോൾ ഇനി ഐ എന്ന് പറയുന്ന നോഡിന് ലെഫ്റ്റ് ചൈൽഡ് ഇല്ല, അതുകൊണ്ട് ഐയുടെ റൈറ്റിലേക്ക് ട്രാവൽ ചെയ്യണം. ഐയുടെ റൈറ്റിലേക്ക് നോക്കിയപ്പോൾ ഐക്ക് റൈറ്റ് ചൈൽഡും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിൽ ആദ്യം പ്രിൻറ്റ് ചെയ്യുന്ന ഡേറ്റ ഐ എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റ ആയിരിക്കും. ഇനി ഐ എന്ന് പറയുന്ന നോഡിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ട്രാവേഴ്സൽസ് നമുക്ക് കംപ്ലീറ്റഡ് ആയി എന്ന് പറയാം. അതുകൊണ്ട് ബാക്ക് ട്രാവേഴ്സ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്തുകൊണ്ട് ഐയുടെ പേരൻ്റ് ആയിട്ടുള്ള ഇയിലേക്ക് നമുക്ക് തിരികെ പോകാം. സോ ഇയിലേക്ക് തിരികെ എത്തി. ഇയുടെ ലെഫ്റ്റ് എല്ലാം നമ്മൾ കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞു. സോ നമുക്ക് ഇനി എങ്ങോട്ടേക്ക് പോകാം? ഇ എന്ന് പറയുന്ന നോഡിൻ്റെ റൈറ്റ് സബ് ചൈൽഡിലേക്ക് പോകുമ്പോൾ ഇയുടെ റൈറ്റ് ആയിട്ടുള്ള ജെയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്തു. എഗെയിൻ നമ്മൾ പെർഫോം ചെയ്യുന്നത് ജെയുടെ ലെഫ്റ്റിലേക്ക് പോകാൻ ശ്രമിക്കും, അവിടെ ഡേറ്റ ഇല്ല. ജെയുടെ റൈറ്റിലേക്ക് പോകാൻ ശ്രമിക്കും, അവിടെയും ഡേറ്റ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ജെ എന്ന് പറയുന്ന ഡേറ്റയെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഈ ജെ ഡേറ്റയെ പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്തുകൊണ്ട് ജെയുടെ പേരൻ്റ് ആയിട്ടുള്ള ഇയിലേക്ക് നമ്മൾ റിട്ടേൺ ആവുന്നു. ഇയിലേക്ക് റിട്ടേൺ ആയി കഴിയുമ്പോൾ ഇയുടെ ലെഫ്റ്റും റൈറ്റും നമ്മൾ ട്രാവേഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇ എന്ന് പറയുന്ന ഡേറ്റയെ ഇനി നമുക്ക് പ്രിൻറ്റിങ്ങിലേക്ക് വിളിക്കാം. സോ ഇയെ പ്രിൻറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബാക്ക് ട്രാക്കിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. പെർഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും ബി എന്ന് പറയുന്ന നോഡിലേക്ക് നമുക്ക് റിട്ടേൺ ചെയ്യാം. സോ ഇപ്പോൾ നോക്കിയാൽ ബി എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ എല്ലാം നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ബിയുടെ റൈറ്റ് സബ് ട്രീയിലേക്ക് നമ്മൾ പോകുന്നു. റൈറ്റ് സബ് ട്രീ ആയിട്ടുള്ള എഫിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാം. എഫിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ലീഫ് നോഡാണ്. എഫിന് ലെഫ്റ്റും റൈറ്റും ഇല്ല, അതുകൊണ്ട് നമുക്ക് എഫിനെ ഡിസ്പ്ലേ ചെയ്യാം. ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? എഫിൽ നിന്ന് ബാക്ക് ട്രാക്ക് ചെയ്തുകൊണ്ട് ബിയിലേക്ക് നമുക്ക് തിരികെ പോകാം. സോ ബിയിലേക്ക് നമ്മൾ തിരികെ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം? ബിയുടെ ലെഫ്റ്റും റൈറ്റും കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞു. ബിയുടെ ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീയും നമ്മൾ ട്രാവേഴ്സ് ചെയ്തത് കൊണ്ട് ബിയെ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വിളിക്കാം. സോ ബിയെ ഡിസ്പ്ലേ വിളിച്ചുകൊണ്ട് നമ്മൾ എയിലേക്ക് തിരികെ പോകുന്നു, എയിലേക്ക് റിട്ടേൺ ആകുന്നു. എയുടെ ലെഫ്റ്റ് എല്ലാം നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് നമുക്ക് എയുടെ റൈറ്റിലേക്ക് ട്രാവൽ ചെയ്യാം. എയുടെ റൈറ്റിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് സി എന്ന് പറയുന്ന നോഡാണ്. സി എന്ന് പറയുന്ന നോഡിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കിനി സിയുടെ ലെഫ്റ്റ് സബ് ചൈൽഡിനെ കാണാം. അതുകൊണ്ട് സിയുടെ ലെഫ്റ്റ് സബ് ട്രീ ആയിട്ടുള്ള ജിയിലേക്ക് നമ്മൾ പോയി. സോ ജിയിലേക്ക് നമ്മൾ എത്തി.
ജിയിലെത്തി കഴിയുന്നുണ്ടെങ്കിൽ ജിക്കും ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്. സോ ജിയുടെ ലെഫ്റ്റ് ആയിട്ടുള്ള കെ എന്ന് പറയുന്ന നോഡിലേക്ക് എത്തി. കെ നോഡ് ഒരു ലീഫ് നോഡ് ആയതുകൊണ്ട് കെയ്ക്ക് ഇനി ലെഫ്റ്റും റൈറ്റും ഇല്ലാത്തത് കൊണ്ടും കെ എന്ന് പറയുന്ന നോഡിനെ നമ്മൾ ഡിസ്പ്ലേ വിളിച്ചുകൊണ്ട് നമുക്ക് തിരികെ പേരൻറ്റിലേക്ക് റിട്ടേൺ ചെയ്യാം. പേരൻറ്റിലേക്ക് റിട്ടേൺ ചെയ്ത് ജിയിലേക്ക് എത്തി. ജിക്ക് റൈറ്റ് ചൈൽഡ് ഇല്ല, അതുകൊണ്ട് ജിയെ ഡിസ്പ്ലേ വിളിക്കാം. ജിയെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ സിയിലേക്ക് പോകാം. സിയുടെ ലെഫ്റ്റ് ചൈൽഡ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ സിയുടെ റൈറ്റ് സബ് ട്രീയിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ നമ്മൾ കാണുന്നത് എച്ച് എന്ന് പറയുന്ന ഡേറ്റയാണ്. എച്ചിന് ലെഫ്റ്റും റൈറ്റും ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എച്ചിനെ ഡിസ്പ്ലേയിലേക്ക് വിളിക്കാം. എച്ചിനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. സിയിലേക്ക് പോകുന്നു. സോ ഇപ്പോൾ നോക്കിയാൽ സിയുടെ ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീയും എല്ലാം നമ്മൾ ട്രാവേഴ്സ് ചെയ്തുകൊണ്ട് സിയെ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വിളിക്കാം. സിയെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് തിരികെ സിയുടെ പേരൻ്റ് ആയിട്ടുള്ള എയിലേക്ക് റിട്ടേൺ ചെയ്യാം. എയിലേക്ക് റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ എയുടെ ലെഫ്റ്റ് സബ് ട്രീയും എയുടെ റൈറ്റ് സബ് ട്രീയും നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എ എന്ന് പറയുന്ന ഡേറ്റയെ ഏറ്റവും ഒടുവിലായി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വിളിക്കാം. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. റൂട്ട് നോഡിനെ ഇവിടെ നോക്കിയാൽ റൂട്ട് നോഡെന്ന് പറയുന്നത് എ എന്ന് പറയുന്ന നോഡാണ്. ഈ റൂട്ട് നോഡ് ഏറ്റവും ഒടുവിലായിട്ടായിരിക്കും പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സലിൽ ഡിസ്പ്ലേയിലേക്ക് വരിക. തൊട്ട് മുമ്പത്തെ ലെക്ചറിൽ നമ്മൾ പ്രീ ഓർഡർ ട്രാവേഴ്സൽ കണ്ടിരുന്നു. പ്രീ ഓർഡർ ട്രാവേഴ്സൽ ആണെങ്കിൽ റൂട്ട് നോഡിനെ ആദ്യമായിരിക്കും ഡിസ്പ്ലേ വിളിക്കുക. പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ആണെങ്കിൽ റൂട്ട് നോഡ് ഏറ്റവും ഒടുവിലായിട്ടായിരിക്കും ഡിസ്പ്ലേ വിളിക്കുക. എന്നാൽ ഇൻ ഓർഡർ ട്രാവേഴ്സൽ ആണ് എങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇൻ ബിറ്റ്വീൻ മിഡ് പോയിന്റിലേക്കായിരിക്കും നമുക്ക് റൂട്ട് നോഡിനെ കാണാനായിട്ട് സാധിക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രീയുടെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ മെക്കാനിസം പെർഫോം ചെയ്യുക. മറ്റൊരു ട്രീ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തരികയാണ്. ഈ ട്രീയുടെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഈ ഒരു ലെക്ചർ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 3 ലെക്ചേഴ്സിലായിട്ട് ലെക്ചർ 22, 23, 24 എന്ന ലെക്ചേഴ്സിൽ എങ്ങനെയാണ് ട്രീയിൽ നമ്മൾ ട്രാവേഴ്സൽ മെക്കാനിസം പെർഫോം ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഈ ലെക്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.